ഹലോ ഫ്രണ്ട്സ്, മഴതൊരു മുമ്പിലെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനോട് നമ്മുടെ രാജീവ് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ തന്നെ അലീനയോട് പറയണം ഇവിടുന്ന് അവളോട് പോകാനായിട്ട്. പക്ഷേ ബാലചന്ദ്രൻ സമ്മതിക്കുന്നില്ല. ഞാനായിട്ട് ഒരിക്കലും പറയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ പറയുമ്പോൾ അവൾ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ പക്ഷേ അവളോട് പോകാൻ പറയില്ല, ഞാനിവിടെ നിൽക്കാൻ മാത്രമേ പറയത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവർ തമ്മിൽ വെല്ലുവിളിക്കുക കേട്ടോ. ഞാൻ അവളോട് നാളെ ഉച്ചയ്ക്ക് മുന്നേ ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, അങ്ങനെ നിങ്ങൾ പറയാനായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ജയിച്ചു, ഞാൻ പറയാനായിട്ട് അവളിവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ ജയിച്ചു. പക്ഷേ അവളെ ദേഹോപദ്രവം ചെയ്യാനോ അവളെ ദേഹത്ത് തൊടാനോ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ എങ്ങനെയാലും ഉണ്ടായിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞാൽ തോക്കെടുത്ത് ചൂണ്ടുമാട്ടോ ഒരു രാജീവിൻ്റെ മുന്നിൽ. രാജീവ് ശരിക്കും ഒന്ന് വിറയ്ക്കുന്നുണ്ട്. ഇതുവരെ കണ്ട ബാലചന്ദ്രനെ അല്ല ഇവരാരും ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ രാജീവ് പറഞ്ഞിട്ട് തോക്കൊക്കെ മാറ്റിക്കോ, അതൊന്നും കാണിക്കണ്ട, പിന്നെ പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല, ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും മാറ്റി പ്രവർത്തിച്ചാലേ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കൂ എന്നൊക്കെ പറയാം കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് താഴെ വന്ന് വൈജിയോട് കാര്യങ്ങളൊക്കെ പറയുവാണ്. ബാലചന്ദ്രൻ പഴയ ആളല്ല, ഞാൻ അലീനെ പറഞ്ഞു വിടുന്ന കാര്യം പറഞ്ഞപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ എന്നോട് തോക്ക് ചൂണ്ടി. ഇതാ ഞാൻ പറയുന്നത്, സ്വഭാവമൊക്കെ മാറി പഴയ ബാലചന്ദ്രനല്ല എന്ന്. നിങ്ങൾക്കാർക്കും അത് മനസ്സിലാവുന്നില്ലേ? ഞാനിന്ന് ഇതിട്ട വെളുക്ക ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ വൈജയും പറയാം. വൈജയോട് അവസാനമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒന്നും കൂടെ സംസാരിക്കാം അലീനയോട്, അലീനയുടെ അവസാന അഭിപ്രായം എന്താണെന്ന് ചോദിക്കട്ടെ. അങ്ങനെ അലീനെ ചെന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തുക. നീ ഇവിടെ നിൽക്കാൻ പാടില്ല, എത്രയും വേഗം നീ പോകണം ഈ കുടുംബത്തിൽ. പിന്നെ ബാലചന്ദ്രൻ്റെ വാക്കും കേട്ട് ബാലചന്ദ്രൻ്റെ ധൈര്യത്തിൽ നീ ഇവിടെ കയറി നിൽക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. എൻ്റെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാ. അറിയാലോ, ഞാൻ വന്നത് തന്നെ എന്തിനാന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി, എന്നെ പറഞ്ഞു വിടാൻ. അതെ, അത് തന്നെയാണ് തീരുമാനം. പക്ഷേ ഞാൻ ഈ കാണുന്ന പോലെയല്ല, എനിക്ക് വേറൊരു മുഖം കൂടെ ഉണ്ട്. ഇപ്പോൾ രണ്ട് തരണമെന്നും പറഞ്ഞാൽ ഞാനിങ്ങോട്ട് വന്നത്. പക്ഷേ ഞാൻ നിന്നെക്കുറിച്ചുള്ള സ്വഭാവമൊക്കെ ഇവിടെ എല്ലാവരോടും ചോദിച്ചു. പക്ഷേ നിന്നെക്കുറിച്ച് മോശമായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് തല്ലാനൊന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അലീന അതിനൊരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും രാജീവ് പറയാം, തല്ലാത്തത് എന്താണെന്നറിയോ? അത് മാത്രമല്ല, നിന്നെ പേടിച്ചിട്ടല്ല, പിന്നെ ബാലചന്ദ്രനെ പേടിച്ചിട്ടുമല്ല, അവൻ്റെ തോക്ക് കണ്ട് പേടിച്ചിട്ടുമല്ല. അത് ഞാനേ ഇതിലും വലിയ തോക്ക് കുറേ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ സഹോദരി ജീവിതം തൊലയ്ക്കാനായിട്ട് നീ ഇവിടെ നിന്നാൽ അത് ശരിയാവില്ല. ഇവിടുന്ന് പോയാൽ മാത്രമല്ല, പിന്നെ തിരിച്ചിതിനകത്ത് കയറുകയും ചെയ്യരുതെന്ന് പറയുമ്പോൾ വൈജ വന്നിങ്ങോട്ട് പറയണ്ട. ഇവളെ പോകാൻ വേണ്ടി റെഡിയായി നിന്നാ. ബാലചന്ദ്രനോട് യാത്ര ചോദിക്കാനായിട്ട് മേളിൽ ചെന്നപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു പോണ്ടാന്ന്. അതോടുകൂടിയാണ് ഇവളിവിടെ നിൽക്കാൻ തുടങ്ങിയത്. നീ ഇനി ബാലചന്ദ്രനോട് യാത്രയും മൂത്രവും ഒന്നും പറയാൻ പോണ്ട, മനസ്സിലായല്ലോ? നാളെ ബാഗെല്ലാം പാക്ക് ചെയ്ത് നീ സമയത്തിനും, ഞാൻ പറഞ്ഞ സമയം അറിയാലോ, അതിന് മുന്നേ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. ഞാനിവിടെ വരുമ്പോൾ നിന്നെ കണ്ടേക്കരുത്. ശരി എന്നും പറയാട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ വൈജ പറയുന്നുണ്ട്, അവക്കേ 2 കൊടുത്ത് വിടണമായിരുന്നു. അപ്പോഴാണ് വീണ്ടും അലീന പറയുന്നുണ്ട്, ശരി മാഡത്തിന് വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, കുഴപ്പമില്ല. പക്ഷേ മാഡത്തിൻ്റെ ആങ്ങളെ വിട്ടുന്ന തല്ലിക്കരുത്. ഈ ചെയ്തതെല്ലാം നിങ്ങൾ ഇന്നല്ല നാളെ ആയാലും കരയും, അത് ഉറപ്പാണ്. പക്ഷേ അന്ന് നിങ്ങളെ സമാധാനിപ്പിക്കാൻ ഞാനേ ഉണ്ടാവുള്ളൂ, എന്നെ തേടി അങ്ങോട്ട് വന്നേക്കണം എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ വൈജയ്ക്ക് ആകെ ഒരു അത്ഭുതം തോന്നുക. എന്തൊക്കെയാണ് ഇവൾ പറയണത്? അത് കഴിഞ്ഞിട്ട് നേരെ മുത്തശ്ശി എടുത്ത് പോയി പറയുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ മുത്തശ്ശി പറയാം, ശരിയാണ്, ബാലചന്ദ്രൻ അറിയണ്ട, നീ രഹസ്യമായിട്ട് പോക്കോ. നാളെ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് രേവതി ഒന്ന് വിളിച്ച് പറയണം. രേവതി കുട്ടിയും മാമച്ചനങ്ങളും ഗ്രേസമ്മയും കൂടെ വരും. അത് ശരിയാണ്, അവർ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോട്ടെ. അങ്ങനെ അവരെ ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ട് അലീന തീരുമാനിക്കണം. നാളെ അറിയാം ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് അലീന പേടിക്കുക കേട്ടോ. അതെല്ലാം കഴിയുമ്പോൾ ബാലചന്ദ്രൻ വീണ്ടും മേളിലേക്ക് വിളിക്കുകയാണ്. അലീന മേളിലേക്ക് പോകാൻ മടിക്കുന്നുണ്ട്. പക്ഷേ വൈജയന്തി തള്ളി വിടുന്നുണ്ട്, നീ ചെല്ലെന്ന്. അങ്ങനെ മേളിലേക്ക് വരുവാണ്. ചെല്ലാൻ താമസിച്ചത് കൊണ്ട് ഇതിനെ ബാലചന്ദ്രൻ ചോദിക്കുകയും ചെയ്യുക, നീ എന്താ താമസിച്ചതെന്ന്. അല്ല, എനിക്ക് വരാൻ ചെറിയ മടിയുണ്ടായിരുന്നു, മാഡത്തിനെ പറഞ്ഞു വിടായിരുന്നു. എന്തേ വിടാത്തേ? ഞാൻ പറഞ്ഞു മാഡത്തിനോട് ഇങ്ങോട്ട് കയറി വരാൻ. വേണ്ട, ഞാൻ തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അവൾക്കറിയാം ഇങ്ങോട്ട് വന്നാൽ നല്ലത് കിട്ടുമെന്ന്, അതാ കാര്യം. പിന്നെ ഇപ്പോൾ അവളുടെ ഒരു ആങ്ങളെ ഇവിടെ വന്നിട്ട് പോയല്ലോ, നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പറഞ്ഞു, നാളെ ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. സമയം വല്ലതും പറഞ്ഞിരുന്നോ? ഉച്ചയ്ക്ക് 2 മണിക്ക് മുന്നേ പോകണമെന്നാണ് പറഞ്ഞത്. അത് ശരി, നീ എന്ത് തീരുമാനിച്ചു? ഞാൻ പോവാൻ തീരുമാനിച്ചു. അതെയോ? അപ്പോൾ നീ എനിക്ക് തന്ന വാക്കോ? ഇവിടെ പോവില്ല എന്ന് പറഞ്ഞ്. അപ്പോഴാണ് അലീന പറഞ്ഞത്, ഇല്ല സാർ, ഞാനിവിടെ ജീവിതകാലം മുഴുവൻ നിന്നോളാന്ന് സാറിന് ഞാൻ വാക്കൊന്നും തന്നിട്ടില്ല എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ ആകെ ഒന്ന് നോക്കാട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അലീനയോട് പറയാണ്, നിനക്കങ്ങനെ പോകാനൊന്നും കഴിയില്ല, എനിക്ക് വയ്യ സാർ ഇതിനിടയിൽ കിടന്ന് ഞെരുങ്ങാനായിട്ട്. ഞാനാ ഇവിടുത്തെ പ്രശ്നമാണെങ്കിൽ ഞാനങ്ങ് ഒഴിഞ്ഞു പോയാൽ പ്രശ്നങ്ങൾ കുറയുമല്ലോ. സാറ് കുറച്ചുകൂടെ ക്ഷമിക്കണം മാഡത്തിനോട്. ഒരു മാഡം വന്നിരിക്കുന്നു, നീ ഒന്നും മിണ്ടാതിരുന്നേ. പിന്നെ ഇവിടെ ഇതിനിടയിൽ കിടന്ന് ഞെരുങ്ങാൻ നിനക്ക് വയ്യേ? എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്? ഇല്ല, ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ എങ്ങനെ ആവുമെന്നാണ് വിചാരിച്ചത്? പിന്നെ അതല്ല, മാഡത്തിൻ്റെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. തെറ്റുകാരനാരാ, ഞാനാണോ? അല്ല,
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ പോവില്ല ഉറപ്പാണ്? ഇല്ല സാർ, എനിക്ക് പോകണം. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ കാരണമാണെങ്കിൽ ഞാൻ പോയല്ലേ പറ്റൂ. എല്ലാവരും എന്നെ ശത്രുവായിട്ട് കാണും. ആരൊക്കെ കണ്ടാലും കുഴപ്പമില്ല, ഞാൻ നിന്നെ അങ്ങനെ കാണില്ല. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ നീ ഇവിടെ വേണമെന്ന് ഞാൻ പറഞ്ഞതാ. നീ എല്ലാം രണ്ടും കൽപ്പിച്ചാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ എല്ലാം കലങ്ങി തെളിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറയാം. അപ്പോൾ അലീന ആകെ ടെൻഷനാവും കേട്ടോ. അതുപോലെ ബാലചന്ദ്രൻ ഇനിയിപ്പോൾ അലീനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലയെന്ന് വെച്ചിട്ട് രേവതി കുട്ടി സംസാരിച്ച ആ ഒരു റെക്കോർഡിങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അലീന തിരിഞ്ഞു പോകുമ്പോഴാണ് ഇതിൻ്റെ ശബ്ദവും രേവതിക്കുട്ടിയുടെ ശബ്ദവും നമ്മൾ സംസാരിച്ചതും ഫോണിൽ ബാലചന്ദ്രൻ കേൾക്കുക. അത് കേട്ട് അലീന പേടിച്ച് ഞെട്ടിത്തരിക്കുക കേട്ടോ. അപ്പോഴാണ് ബാലചന്ദ്രൻ പറയാം, ഇനി നിനക്ക് ഇവിടുന്ന് പോകണോ? നീ ആരെ അന്വേഷിച്ച് ഇവിടെ വന്ന് ആരെന്നും പറഞ്ഞ് നീ ഈ വീട്ടിൽ വന്നത്? ഈ പറഞ്ഞതൊക്കെ സത്യമല്ലേ? നിൻ്റെ അമ്മയല്ലേ വൈജ അമ്മയായതുകൊണ്ട് നീ ഇവിടെ തന്നെ വന്നത് അല്ലേ? ഇതൊന്നും ഞാൻ അറിയില്ലെന്ന് കരുതി അല്ലേ? നീ ഇത് സത്യമല്ലേ എന്നൊക്കെ ചോദിക്കട്ടോ. അതോടുകൂടി ശരിക്കും അലീന തകർന്നു പോയി കേട്ടോ. ഇനി ബാലചന്ദ്രനോട് പിടിച്ച് നിൽക്കാൻ പറ്റില്ല, കള്ളം പറയാനും പറ്റില്ല. അദ്ദേഹം ഒരടി അനങ്ങരുതെന്ന് പറഞ്ഞാൽ അനങ്ങാൻ അലീനയ്ക്ക് പറ്റത്തില്ല. അപ്പോൾ അവസാനം ബാലചന്ദ്രൻ പറയാം, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇവിടുന്ന് പോകാൻ പാടില്ല, നീ ഇവിടെ തന്നെ നിൽക്കണം. നിനക്ക് എല്ലാ സപ്പോർട്ടും ഞാൻ തരും എന്നും പറഞ്ഞു. അവിടെ അങ്ങനെ ചെറിയൊരു ഭീഷണിപ്പെടുത്തൽ പോലെ അലീനെ പിടിച്ച് നിർത്താനായിട്ട് ഈ ഒരു ഫോൺ കോൾ വെച്ച് ബാലചന്ദ്രൻ ശ്രമിക്കുകയാണ് കേട്ടോ. അലീനയ്ക്ക് ഒന്നും മിണ്ടാനാവുന്നില്ല. അങ്ങനെ അതും കൂടെ എല്ലാം പൊട്ടിക്കറിഞ്ഞ് താഴോട്ട് ഇറങ്ങി ചെല്ലാണ്. അങ്ങനെ മനു കോംപ്രമൈസിന് വേണ്ടി വരുന്നുണ്ട്. മനു വന്ന് കാര്യങ്ങളൊക്കെ എല്ലാവരോടും സംസാരിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, എന്തിനാണ് ഇവൾ വേണമെന്ന് ഇത്രയ്ക്ക് നിർബന്ധം പിടിക്കണത്? എനിക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവളെ ഇവിടെ പിടിച്ച് നിർത്തിക്കുന്നത്? അവസാനം മനു ചെന്ന് പറയാം, അങ്ങളെ കുറച്ച് ദിവസത്തെങ്കിലും ഒന്ന് അലീനെ മാറ്റി നിർത്തി നോക്ക്, ഇവിടുത്തെ പ്രശ്നങ്ങൾ കുറയുമെന്നറിയാലോ. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. അലീന ഇവിടുന്ന് ഒരു സ്ഥലത്തും പോവില്ല. അങ്ങനെ പോകാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോവാം, അലീന പോവില്ല എന്ന് ശരിക്കും കട്ടായം പോലെ പറയാട്ടോ. അത് ശരിക്കും ദേഷ്യം വന്നിട്ട് മനുവിനും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അങ്ങനെ ആ കുടുംബം ആകെ താറുമാറായിട്ടിരിക്കുകയാണ് എപ്പിസോഡ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത രേവതിയും കുടുംബവും കൂടെ അലീനെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുവാണ്. ആ സമയത്താണ് അടുത്ത ബാലചന്ദ്രൻ്റെ ഷോ. ഇനി ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.